ഉദയപുരി രാജ്യത്തെ രാമവർമ്മ മഹാരാജാവ്. നമുക്ക് വസ്ത്രങ്ങളോടായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അബദ്ധം വന്നു ചേർന്നു. എന്താണെന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ നേരിൽ തന്നെ കണ്ടുകൊള്ളൂ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ആഡംബര വസ്ത്രങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഓരോ മണിക്കൂറിലും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പട്ടണത്തിലൂടെ നടന്ന് തന്റെ പ്രൗഢി പ്രകടിപ്പിക്കുക രാജാവിന്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ രാജാവിന്റെ അസാധാരണമായ ഈ വസ്ത്രപ്രിയം സ്വദേശത്തും അയൽ ദേശങ്ങളിലും പാട്ടായി. ഈ വിവരമറിഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് പണവും സ്വർണവുമെല്ലാം കവർന്നെടുക്കുന്ന 2 ചതിയന്മാർ തുന്നൽക്കാരുടെ വേഷത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. ഏതു കാര്യവും കണ്ണടച്ച് വിശ്വസിക്കുന്ന രാജാവിനെ പറ്റിയ അമളി എന്തെന്നു കാണാം. വണക്കം പ്രഭു. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ദൂരദേശത്തുള്ള 2 വസ്ത്രം നെയ്ത്തുകാരാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്ത്രമുണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വസ്ത്രം വിഡ്ഢികൾക്കൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ വസ്ത്രങ്ങൾ നമുക്ക് വേണം. ഈ വസ്ത്രം ധരിച്ചാൽ നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലെ വിഡ്ഢികളെയെല്ലാം തിരിച്ചറിയാമല്ലോ. വേഗം തന്നെ വസ്ത്രം നെയ്ത്ത് ആരംഭിക്കണം. ശരി, അങ്ങയുടെ ഇഷ്ടം. പക്ഷേ ഈ വസ്ത്രത്തിന് ഒരുപാട് ചിലവുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോളൂ. പക്ഷേ വസ്ത്രം നെയ്ത്ത് വളരെ വേഗം പൂർത്തിയാക്കണം. നെയ്ത്ത് യന്ത്രമെടുത്ത് പണി ആരംഭിച്ചു. മൃദുവായതും തിളങ്ങുന്നതുമായ പട്ടുനൂലുകളും സ്വർണവുമെല്ലാം വസ്ത്രത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന വ്യാജേന അവർ തങ്ങളുടെ കീശയിലാക്കി. വളരെ രാത്രിയാകുന്നതുവരെ അവർ ശൂന്യമായ നെയ്ത്ത് യന്ത്രത്തിൽ സമയം ചിലവഴിച്ചു. എല്ലാം വെറും അഭിനയമായിരുന്നുവെന്ന് കൊട്ടാരത്തിലുള്ളവരുണ്ടോ അറിയുന്നു. കൊട്ടാരത്തിലെ ജ്ഞാനികളെയും മറ്റും വസ്ത്രം കാണുന്നതിനായി നെയ്ത്തുകാരുടെ പക്കലേക്ക് അയക്കാൻ രാജാവ് തീരുമാനിച്ചു. വസ്ത്രം തിരിച്ചറിയാതിരുന്നാൽ അവർ വിഡ്ഢികളാണെന്ന് മനസ്സിലാക്കി കൊട്ടാരത്തിൽ നിന്നും നീക്കാം. ഇതായിരുന്നു രാജാവിന്റെ ഉദ്ദേശം. തുന്നൽ യന്ത്രത്തിന്റെ ശബ്ദമല്ലേ നാം ഇപ്പോൾ കേൾക്കുന്നത്? ആ അത്ഭുത വസ്ത്രം കാണാൻ നമുക്ക് തിടുക്കമായി. നാം നമ്മുടെ വിശ്വസ്തനായ മന്ത്രിയെ നെയ്ത്തുകാരുടെ അടുത്തേക്ക് അയക്കാം. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. മറ്റാരും നമ്മുടെ സദസ്സിൽ അദ്ദേഹത്തോടൊപ്പം എത്തില്ല. രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനും പണ്ഡിതനുമായ മന്ത്രി ഈ അത്ഭുത വസ്ത്രം ഏറ്റവും ആദ്യം കാണാൻ അവസരം ലഭിച്ചതിൻ്റെ അഹങ്കാരവുമായി അവിടേക്ക് തിരിച്ചു. നെയ്ത്തുകാരാകട്ടെ അവരുടെ അഭിനയം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യമായി അത്ഭുത വസ്ത്രം കാണാനെത്തിയ മന്ത്രിക്ക് അവിടെ എന്തെങ്കിലും കാണാൻ കഴിയുമോ? നമുക്ക് നോക്കാം. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനൊരു വിഡ്ഢിയാണെന്നാണോ? വസ്ത്രം കാണുന്നതായി തന്നെ ഭാവിക്കാം. ഈ വസ്ത്രം നോക്ക്. ഏറ്റവും പുതിയ രൂപകൽപ്പനയും നിറവും. എന്തു ഭംഗിയാണിതിന്. ഞാൻ ബുദ്ധിമാനല്ലാത്തത് കൊണ്ടാണോ എനിക്ക് വസ്ത്രം കാണാൻ കഴിയാത്തത്? വസ്ത്രം കണ്ടില്ലെന്ന് പറഞ്ഞാൽ വിഡ്ഢിയെന്ന് കരുതി രാജാവിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? ഓ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇത്രയും നല്ല വസ്ത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ അത്ഭുത വസ്ത്രത്തെ കുറിച്ച് ഞാൻ രാജാവിനോട് പറയാം. താങ്കൾ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പട്ടും സ്വർണ്ണനൂലുകളും ഈ വസ്ത്രത്തിന് വേണ്ടി ആവശ്യമാണ്. ശരി, ഞാനിത് രാജാവിനെ അറിയിക്കാം. പട്ടും സ്വർണ്ണ നൂലുകളും രത്നങ്ങളുമെല്ലാം നെയ്ത്തുകാർ കൈക്കലാക്കി. രാജാവ് തൻ്റെ വിശ്വസ്തരെയും പണ്ഡിതന്മാരെയും
നെയ്ത്തുകാരുടെ അടുത്തേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ രാജാവിൻ്റെ ഉറ്റ സുഹൃത്തും അവിടെ എത്തി. മഹാപണ്ഡിതനായ അദ്ദേഹത്തിനും നെയ്യാത്ത വസ്ത്രം ഉണ്ട് എന്ന് പറയുന്നതിലായിരുന്നു താല്പര്യം. അല്ലെങ്കിൽ താൻ വിഡ്ഢിയാണെന്ന് രാജാവ് കരുതും എന്ന ചിന്ത അദ്ദേഹത്തെയും നുണ പറയാൻ പ്രേരിപ്പിച്ചു. ഞാൻ മഹാപണ്ഡിതനും രാജാവിന്റെ കൂട്ടുകാരനുമാണ്. എവിടെ ആ അത്ഭുത വസ്ത്രം? ഇതാ നോക്കൂ, ഈ വസ്ത്രം വളരെ മനോഹരമല്ലേ? ഇതിന്റെ നിറമാണെങ്കിൽ ലോകത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടുണ്ടാകില്ല. ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. വസ്ത്രം കാണുന്നില്ലെന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ബുദ്ധിയിലവനാണെന്നേ കരുതൂ. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? ആ ശരിയാണ്, ഞാൻ ഇതുവരെ കാണാത്ത രൂപകൽപ്പനയാണ്. നിറമാണെങ്കിലോ പറയാനും വയ്യ. നാട് മുഴുവനും രാജാവിൻ്റെ അത്ഭുത വസ്ത്രവും അത് നിർമ്മിച്ച നെയ്ത്തുകാരും ഒരു സംസാര വിഷയമായി. അത്ഭുത വസ്ത്രമണിഞ്ഞ രാജാവിനെ കാണാൻ പ്രജകൾക്ക് തിടുക്കമായി. പക്ഷേ എല്ലാവരെയും തുന്നൽക്കാർ വിഡ്ഢികളാക്കുകയായിരുന്നുവെന്ന് അവരുണ്ടോ അറിയുന്നു? വണക്കം പ്രഭു. തിരുമനസേ, അങ്ങ് വസ്ത്രം കണ്ടാലും അതിൻ്റെ രൂപഭംഗി മനോഹരമാണ്. നിറമാണെങ്കിൽ അത്യാകർഷവും. നമുക്കും അത് കാണാൻ തിടുക്കമായി. ശരി, ഉടൻ തന്നെ നമുക്ക് തുന്നൽക്കാരുടെ അടുത്തേക്ക് പുറപ്പെടാം. ശരി, അങ്ങയുടെ ഇഷ്ടം. അവസാനം രാജാവും അത്ഭുത വസ്ത്രം കാണാൻ നെയ്ത്തുകാരുടെ അടുത്തെത്തി. രാജാവിന് അവിടെ വസ്ത്രമൊന്നും കാണാൻ കഴിഞ്ഞില്ല. താൻ വിഡ്ഢിയാണെന്ന് മറ്റുള്ളവർ കരുതുമെന്ന് വിചാരിച്ച് രാജാവും വസ്ത്രം കണ്ടെന്നു ഭാവിച്ചു. എന്താണിത്? നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതിനർത്ഥം നാം ഒരു വിഡ്ഢിയാണെന്നാണോ? നാം ഒഴികെ കൊട്ടാരത്തിലെ എല്ലാവരും വസ്ത്രം കണ്ടു കഴിഞ്ഞു. നാം വസ്ത്രം കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതും. അതുകൊണ്ട് വസ്ത്രം കണ്ടു എന്ന് തന്നെ പറയാം. അതെ അതെ, വളരെ മനോഹരമായിരിക്കുന്നു. ഇതൊരു അത്ഭുത വസ്ത്രം തന്നെ. ഈ വസ്ത്രം വിശിഷ്ടമായ അങ്ങയുടെ എഴുന്നള്ളത്ത് ദിവസം ധരിക്കണം. ആ ദിവസം അടുത്തു വരികയാണ്. അതിനു മുൻപായി വസ്ത്രത്തിന്റെ പണിയെല്ലാം തീർക്കണം. നെയ്ത്തുകാരുടെ ജോലി വേഗത്തിലായി. അവർ വലിയ കത്രിക ഉപയോഗിച്ച് വായുവിൽ വെട്ടുകയും ശൂന്യമായ യന്ത്രത്തിൽ നെയ്യുന്നതായി ഭാവിക്കുകയും ചെയ്തു. അവരുടെ ഈ അഭിനയം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാ അത്ഭുത വസ്ത്രം പൂർത്തിയായിരിക്കുന്നു. ഇതാ മഹാരാജാവേ, അങ്ങയുടെ വസ്ത്രം. ഇതാണ് പുറംകുപ്പായം. ഇത് കയ്യുറയില്ലാത്ത ഉടുപ്പ്. ഇതിന് വളരെ കനം കുറവാണ്. വളരെ മനോഹരമായിരിക്കുന്നു. ഹായ്, തിരുമനസിന്റെ വസ്ത്രം എത്ര മനോഹരമായിരിക്കുന്നു. എന്ത് ആകർഷണ നിറമാണിതിന്. എല്ലാവരും അങ്ങേ പുറത്തു കാത്തു നിൽക്കുന്നു. എഴുന്നള്ളാൻ സമയമായിരിക്കുന്നു. നാം ഇപ്പോൾ തന്നെ തയ്യാറാകാം. രാജാവ് രാജസേവകരോടൊപ്പം എഴുന്നള്ളാൻ ഒരുങ്ങി. രാജ്യത്തിലെ എല്ലാവരും തന്നെ രാജാവിൻ്റെ അത്ഭുത വസ്ത്രം കാണാൻ തിങ്ങിക്കൂടിയിരുന്നു. ജനങ്ങളെല്ലാം രാജാവിൻ്റെ അത്ഭുത വസ്ത്രത്തെപ്പറ്റി പുകഴ്ത്തി പാടി. എന്നാൽ കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരുടെ മനസ്സിൽ കള്ളമില്ല. കാണുന്നതെന്തും അവർ വിളിച്ചു പറയും. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു. ഉദയപുരം രാജ്യത്തെ രാമരാജ മഹാരാജാവ് എഴുന്നള്ളുന്നേ. മഹാരാജാവ് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ വസ്ത്രമുണ്ടാക്കിയത്? രാജാവിന് എന്തൊരു ചേർച്ച, എന്ത് നല്ല നിറം. മഹാരാജാവ് നീണാൾ വാഴട്ടെ, 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 മഹാരാജാവ് നീണാൾ വാഴട്ടെ.
മഹാരാജാവ് നീണാൾ വാഴട്ടെ. അച്ഛാ, ഈ രാജാവിന് എന്താ വസ്ത്രമില്ലാത്തേ? മിണ്ടാതിരിക്ക്, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ശരിയാണ്, നമ്മൾ വിഡ്ഢികളായതുകൊണ്ടല്ല വസ്ത്രം കാണാത്തത്. യഥാർത്ഥത്തിൽ രാജാവിന് വസ്ത്രമില്ല. കുട്ടി പറയുന്നത് കേട്ടില്ലേ? രാജാവിന് വസ്ത്രമില്ലെന്ന്. ആ ചതിയന്മാരായ നെയ്ത്തുകാർ രാജാവിനെ പറ്റിക്കുകയായിരുന്നു. പകരം പണവും പട്ടുമെല്ലാം അവർ കൊണ്ടുപോയി ഇല്ലാത്ത വസ്ത്രം ഉണ്ടെന്ന് വരുത്തി തീർത്തു. ജനങ്ങളുടെ സംസാരം ശ്രദ്ധിച്ച രാജാവിന് അബദ്ധം മനസ്സിലായി. താൻ വഞ്ചിക്കപ്പെട്ടു എന്നതിനേക്കാൾ തനിക്കുണ്ടായ നാണക്കേട് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. രാജസേവകരുടെ ഇടയിലൂടെ രാജാവ് ഇളിഭ്യനായി നടന്നു നീങ്ങി. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ അബദ്ധങ്ങളിൽ ചെന്നുപെടും. ഏതു കാര്യം ചെയ്യുന്നതിന് മുൻപും നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കരുത്. അങ്ങനെ ചെയ്താൽ നഷ്ടം നമുക്ക് മാത്രം.